ഹലോ ഗൈസ്, അങ്ങനെ നത്തിങ് ഫോണിൻ്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMF ഫോണിൻ്റെ പുതിയ ഫോൺ വരുവാണ്. അവരുടെ ഫസ്റ്റ് ഫോൺ എല്ലാവരും ഏറ്റെടുത്തൊരു ഫോണാണ്. അത്യാവശ്യം നല്ലൊരു വിൽപ്പന നടന്നൊരു ഫോണാണ്. കാരണം വെറൈറ്റി രീതിയിൽ ബാക്ക് ഊരി മാറ്റി യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈനുമായിട്ട് സ്ക്രൂ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ ഒരു ഇന്നോവേഷൻ പോലെ കണ്ടു. അങ്ങനെ കുറേ പേര് അതിനെ മേടിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രൈസിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ഓൾ റൗണ്ടർ അതെല്ലാം കൊണ്ടും അത്യാവശ്യം കൊള്ളായിരുന്നു. അതിൻ്റെ ഒരു സക്സസർ ആയിട്ടുള്ള നത്തിങ് ഫോൺ 2 വരുന്നുണ്ട്. 2 പ്രോയും ഇപ്രാവശ്യം 2 ഡിവൈസ് വരുന്നുണ്ട്. അതിൽ 2 പ്രോയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, എന്നാലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഡിസൈൻ നോക്കാം. ഡിസൈൻ വരുമ്പോൾ നമുക്ക് യൂഷ്വലി CMF ഫോൺ 1ൻ്റെ അതേ ഡിസൈൻ തന്നെയാണ്. അവിടെ 3 ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ ചേഞ്ചേ ഉള്ളൂ വന്നേക്കുന്നത്. സെയിം കളേഴ്സിൽ ഒരു സിൽവർ കളറൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതൊരു നല്ല കളറാണ്, ഒരു പ്രീമിയം കളേഴ്സ് പോലെ വരുന്നുണ്ട്, സിൽവർ ടൈപ്പ് കളർ. പക്ഷേ കഴിഞ്ഞ വട്ടത്തിനേക്കാളും അൾട്രാ സ്ലിമ്മിലാണ് ഫോൺ 2 പ്രോയും 2ഉം വരാൻ പോകുന്നത്. ക്യാമറ സ്പെക്സ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, ഒരു ടെലിഫോട്ടോ ലെൻസിൻ്റെ ഒരു 8 മെഗാ പിക്സൽ ഉള്ള അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അങ്ങനെ 3 സെൻസറാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് കൂടെ വരുന്നുണ്ട്. അങ്ങനെ ത്രീ ക്യാമറാസ് ആണ് വരുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 32 മെഗാ പിക്സലിൻ്റെ ക്യാമറ. ഇങ്ങനത്തെ ഡിസൈനാണ് ബാക്കിൽ വന്നേക്കുന്നത്. നല്ലൊരു ക്യാമറ സ്പെക്സും കൂടാണ്. ഡിസൈൻ അത്യാവശ്യം കൊള്ളാം, പഴയ ഡിസൈൻ തന്നെയാണ്. അതിൽ ക്യാമറ ഇൻക്ലൂഡ് ചെയ്തു, ഒരു ക്യാമറയോട് ഇൻക്ലൂഡ് ചെയ്തു. മറ്റേത് യൂസ്ലെസ് ആയിരുന്നു. 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസർ ആയിരുന്നു. ഇപ്പോൾ അതിനെ കളഞ്ഞിട്ട് അവർ നല്ല രീതിയിലൊരു ക്യാമറ സ്പെക്സ് നമുക്ക് തോന്നുന്നു. എന്തായാലും ഔട്ട്പുട്ട് നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞ വർഷത്തെ 50 മെഗാ പിക്സൽ ഈ പ്രാവശ്യം ഉണ്ട്. അത് അത്യാവശ്യം നല്ല ക്യാമറ ആയിരുന്നു. ആ ഒരു ക്യാമറ ഇതിൽ 2 50 മെഗാ പിക്സൽ വരുന്നുണ്ട്. സെയിം തന്നെ നമ്മൾ 3Aയിൽ എന്താണോ വന്നത്, നത്തിങ് ഫോൺ 3Aയിൽ വന്ന അതേ ക്യാമറ തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. അതേ ഔട്ട്പുട്ടും തന്നെ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് നത്തിങ് 3Aയിൽ വന്നിരിക്കുന്നത്. പിന്നെ നത്തിങ് 3Aയിൽ വീഡിയോഗ്രാഫിയിൽ വരുവാണെങ്കിൽ നമുക്ക് റിയൽ ക്യാമറയിൽ 4Kയിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്. 4K 30 FPS ഇവിടെയും സപ്പോർട്ടുള്ളൂ. CMF ഫോണിൽ റിയൽ ക്യാമറയിൽ 4K 30 FPS, ഫ്രണ്ടിൽ ഫുൾ HD 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 30 FPS 60 FPS. റിയലിൽ നമുക്ക് ഫുൾ HDയിൽ 60 FPS കിട്ടും. 4Kയിൽ 30 FPS വരുന്നുള്ളൂ. എന്നാൽ വെരി ഗുഡ് എന്ന് പറയാനായിട്ടില്ല. അത്യാവശ്യം ആ ഒരു സെഗ്മെന്റിൽ പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തായിരിക്കും ക്യാമറയിൽ വരാൻ പോകുന്നത്. അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് നോക്കാം. ബാറ്ററി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5500 അകത്തായിരിക്കും ബാറ്ററി. ഒരു സ്പെക്സ് കൺഫേംഡ് അല്ല. 5100 mAh തൊട്ട് 5500 mAh ഇടയ്ക്കായിരിക്കും വരാൻ പോകുന്നത്. മിക്കവാറും 5500 mAh വരാൻ സാധ്യതയുണ്ട്. 5500 mAh വിത്ത് 33 വാൾട്ടിൻ്റെ ചാർജറും കാണും. അത് സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം, ബോക്സിലില്ല ചാർജർ. ഇനി നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ IP റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നത്. ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള UFS 2.2 തന്നെയാണ് ഇവിടെയും വരുന്നത്. കാരണം ഈ ഒരു സെഗ്മെന്റ് പ്രൈസ് ഡ്രോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് രീതിയിൽ ഈ സെഗ്മെന്റിലും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. DDR4 4x RAM ആണ് വരുന്നത്. 8GB 12GB റാമിൽ കാണും, 128ഉം കാണും, 256 കാണും. പിന്നെ പ്രോസസ്സർ വരുന്നത് വെച്ചാൽ ഡയമണ്ട്സിറ്റിയുടെ 7300 എന്ന് പറഞ്ഞാൽ പ്രോ എന്ന പ്രോസസ്സറാണ്. 7300 തന്നെയാണ്. അതിനെ ഒന്ന് ട്വീറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 1% ഫാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. 7300 പ്രോ എന്നാണ് അവർ പേരിട്ടേക്കുന്നത്. അതേ പ്രോസസ്സർ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഒരു ഡിഫറൻസും ഇല്ല. ഒരു 1% ഫാസ്റ്റർ വന്നാലേ ഉള്ളൂ പ്രോയിൽ. ഒരു GPU ഒന്ന് കൂട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഓൾമോസ്റ്റ് സിമിലർ ആണ് ഈ പ്രോസസ്സർ പ്രോയും ഡയമണ്ട്സിറ്റിയുടെ 7300. നമുക്ക് OS നോക്കാം. OS ആണ് വരുന്നത്. നത്തിങ്ങിൻ്റെ OS ആണ് വരുന്നത്. Android 15 വരുന്നത്. അത്യാവശ്യം നല്ല OS ആണ്. പിക്സലേറ്റഡ് OS ആണ് വരുന്നത്. ഒരു 4 years ഓഫ് അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 5 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കൂടെ കിട്ടും. അത്യാവശ്യം നല്ല ആർട്സ് ഫ്രീ ആയിട്ടുള്ള ഒരു OS ആണ് വന്നേക്കുന്നത്. നത്തിങ്ങിൻ്റെ സെയിം 3Aയിൽ വന്ന അതേ OS തന്നെയാണ് വരുന്നത്. കുറച്ച് AI ഫീച്ചേഴ്സ് ആണ് നത്തിങ് 3Aയിൽ വന്ന അതിനേക്കാൾ ഒരു പിടി മുന്നിൽ AI ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അത് നത്തിങ്ങിൽ 3Aയിലും നമുക്ക് കിട്ടും. CMF ഫോൺ 2 പ്രോയിലും കൊണ്ടുവന്നിട്ടുണ്ട് AI ഫീച്ചേഴ്സ്. 2ലും വരും, 2 പ്രോയിലും വരും. അപ്പോൾ എല്ലാം കൊണ്ടും അത്യാവശ്യം കൊള്ളാം. നത്തിങ് ഫോൺ മേടിക്കാൻ ഇരിക്കുന്നവർക്ക് നല്ലൊരു ഫോണാണ് ഇത്. നത്തിങ് ഈ ഒരു പ്രൈസ് റേഞ്ച്, ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 8GB 128, 8GB 256 കാണും, 12GB വരെ കാണാൻ സാധ്യതയുണ്ട്. ഈ വർഷം സ്റ്റാർട്ടിങ് വരാൻ പോകുന്നത് 22,999 രൂപയ്ക്കും സ്റ്റാർട്ടിങ് വരാൻ പോകുന്നത്. ഇത് പ്രൈസ് റേഞ്ച് കോമ്പറ്റീഷൻ ചെയ്യുന്നത് IQൻ്റെ IQ Z10-നായിട്ടും കോമ്പീറ്റ് ചെയ്യും, മോട്ടോയുടെ എഡ്ജ് ഫ്യൂഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. ഇത് രണ്ടുമായിട്ടായിരിക്കും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നത്തിങ് ഫോൺ 2 വരാൻ പോകുന്നത് ഒരു 15 രൂപയുടെ നമ്മുടെ IQൻ്റെ 10X കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ആ പ്രൈസ് റേഞ്ചിന് നല്ലതായിരിക്കും. അതൊരു സിംഗിൾ ക്യാമറയാണ് വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം പിന്നെ ഒരു വട്ടം. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ നത്തിങ് ഫോൺ 2 പ്രോ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിനാണ് വരുന്നത്. 22,999 രൂപയായിരിക്കും വരാൻ പോകുന്ന പ്രൈസ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസാണ് കേട്ടോ.
എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസാണ്, സ്റ്റാർട്ടിംഗ് പ്രൈസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാം. പക്ഷേ നത്തിങ് ഫോണിൽ ഒരു ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. നമ്മുടെ നത്തിങ് ഫോൺ 3A വന്നത് CMF ഫോൺ 2 Proയിൽ ഒരു ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറ ഓപ്പണിംഗ് ടൈം, ക്ലിക്കിംഗ് ടൈം, അങ്ങനെയൊക്കെ പല ആക്ഷനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. മിക്കവാറും ക്യാമറ ക്ലിക്ക് ഷോട്ട് എന്നാണ് അവർ പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു ക്യാമറ ക്ലിക്കബിൾ ഷോട്ട് നമുക്ക് ഇനി എടുക്കാം. അതുകൊണ്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ പവർ ബട്ടൻ്റെ താഴെയാണ് ഇത് വരാൻ പോകുന്നത്. ഇത് എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് പറ. കാരണം ഈ പ്രാവശ്യം ഇനിയിപ്പോൾ OnePlusലും അലേ സ്ലൈഡർ മാറ്റിയിട്ട് ബട്ടൺ ആക്കാൻ പോവാണ്. ഇനിയൊരു ബട്ടൺ യുഗത്തിലോട്ട് മാറുവാണ്. ആപ്പിളിനെ കോപ്പി എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ശരിക്കും അത് സാംസങ് ആണ്. ബിസ്ബി ബട്ടൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം സാംസങ് S8 പ്ലസിലൊക്കെ കൊണ്ടുവന്ന് അത് ബട്ടണാണ്. പിന്നെയാണ് ആപ്പിൾ ഇത് അഡോപ്റ്റ് ചെയ്തെടുത്തത്. അങ്ങനെ പിന്നെ OnePlus അലേ സ്ലൈഡർ ആക്കി. പിന്നെ അത് ബട്ടണിലോട്ട് OnePlus തന്നെ വീണ്ടും കൊണ്ടുവരുന്നു. OnePlusൻ്റെ 13Tയിൽ വരാൻ പോകുമ്പോൾ അതൊരു ബട്ടണാണ്. അപ്പോൾ നത്തിങ് CMFൽ എത്തി നിൽക്കുമ്പോഴും ഒരു ബട്ടണായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. എല്ലാം അവിടെ നിന്നൊരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കോപ്പി. പക്ഷെ എത്രത്തോളം ആ ബട്ടൺ യൂസ്ഫുൾ ആണെന്നുള്ളത് നിങ്ങൾ പറ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.